ഒരതിർപ്പത്തിൻ്റെ ബബിൾ ടീ ഉണ്ടാക്കിയതാണ് കേട്ടോ നിങ്ങിപ്പോൾ കണ്ടത്. ബോബ പേഴ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ടീ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതും ഒറിജിനലായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പപ്പൊടി തപ്പിയൊക്ക പൗഡർ ആമസോണിൽ നിന്ന് വാങ്ങി. വേണമെങ്കിൽ നമുക്കിത് കപ്പ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ മഴക്കാലമാണ്, നടക്കൂല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി വാങ്ങി. ഇനി ശർക്കരയും വെള്ളം അലിയിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചായി ഒരു പൊടി ഇട്ടിട്ട് നമുക്ക് മാവ് പരുവത്തിലാക്കി എടുക്കണം. അതിനിടക്കാണ് ഈ ഒരു മഹാത്ഭുതം കണ്ടത്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ നനവൊന്നും ഇല്ല, ഡ്രൈ ആണ്, പക്ഷെ ചൂടും ഇല്ല. ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങി പോന്ന് പാളിപ്പോയി എന്നാ വിചാരിച്ചതെങ്കിലും കുറച്ച് മൈദപ്പൊടി കൂടിയിട്ട് കുഴച്ചെടുത്തപ്പോൾ മാവ് പരുവത്തിലായി. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. ബോൾസ് ആക്കേണ്ടത് കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം കേട്ടോ. ഞാനിവിടെ എൻ്റെ സ്ട്രോക്ക് കണക്കായ രീതിയിൽ ചെയ്തെടുത്തേ ഉള്ളൂ. കുറച്ച് ശർക്കര ഫ്ലേവറിന് ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. സംഭവം പാളിപ്പോയിട്ടാ. ഓൾറെഡി ആ ബോൾസിലുണ്ടായ കപ്പപ്പൊടിയൊക്കെ സ്റ്റാർച്ചായിട്ട് ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോയി. പക്ഷെ അതൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ഇട്ടുകൊടുത്ത് വേവിച്ചെടുത്ത് 10-15 മിനിറ്റെങ്കിലും എടുത്താലേ നന്നായിട്ട് വെന്ത് കിട്ടും. അത് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഷുഗർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കോഫി പൗഡറും കൂടെ ചേർത്ത് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ ആ ബോൾസ് കൂടി ഇട്ടാൽ നമ്മുടെ ബോബ ബോൾസ് സെറ്റാവും. ബോബ പേൾസ് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഐസ് ക്യൂബ്സും തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലും കൂടി ഒഴിച്ചാൽ സംഭവം സെറ്റ്. പാൽ നമ്പർ 3. എത്ര ചെറിയ ബോൾസ് ആക്കിയിട്ടും എൻ്റെ സ്ട്രോൾ കൂടി അത് വരുന്നുണ്ടായിട്ടാ. സ്ട്രോ മാറ്റിയ പിന്നെയാണ് എനിക്ക് ആ പേൾസും കൂടി ആ ഒരു കോഫിയുടെ കൂടെ കിട്ടിയത്. സംഭവ ബഹുലമായ ബോബ കോഫി മേക്കിംഗ്. എൻ്റെ പുരക്കാർ ഇത് മറക്കൂല കേട്ടോ. എന്തായാലും ഇത് പെർഫെക്റ്റ് ആയിട്ട് മാംഗോ ഫ്ലേവറിലോ സ്ട്രോബെറി ഫ്ലേവറിലോ ചെയ്തിട്ട് പിന്നെ വരാട്ടോ.